ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു വണ്ടിയുടെ ബാക്കിൽ, കാറിൻ്റെ ബാക്കിൽ ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട് അതേ കാറ് തന്നെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പർ എഴുതി വെച്ച കാറിൻ്റെ അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ നമ്മുടെ കൂടെയുള്ള പയ്യന് ഒരു സുഹൃത്തിന് കാറ് വേണം. ആ നമ്പറിൽ വിളിച്ചു. ആ കാറിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സംസാരിച്ച്, എല്ലാ സ്ഥലത്തും റോഡിൽ അങ്ങനെ നിർത്താൻ പറ്റില്ല, ഹൈവേകളിലൊക്കെ. തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ ഈ വണ്ടി നിർത്തുകയും ഞങ്ങൾ അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി നിർത്തുമ്പം ഈ മനുഷ്യന്, അദ്ദേഹം അവിടെ ജനിച്ച ആളാണ്. ആ മനുഷ്യനൊരു കോള് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും പ്രൈസ് കൂട്ടിയാണ് ആ കോള് വരുന്നത്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് സോറി മെയ്റ്റ്, ഇറ്റ്സ് സോൾഡ് എന്ന് പറഞ്ഞ് ഈ സാധനം വണ്ടി വിറ്റിട്ടെന്ന് പറഞ്ഞ് വളരെ ബിസിനസ് രംഗത്തൊക്കെ, കച്ചവട രംഗത്തൊക്കെ വളരെ ജെന്യൂനായിട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഭക്ഷ്യ സാധനങ്ങളോ അല്ലെങ്കിൽ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കമ്പനി ഈ സാധനത്തിന് തിരിച്ച് കോൾ ബാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കസ്റ്റം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിലും വളരെ അപൂർവമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു 2-3 ദിവസം മുമ്പുള്ള, കുറച്ച് ദിവസം മുമ്പുള്ള ന്യൂസ് പേപ്പറിൽ എന്തോ സാധനങ്ങളൊക്കെ റീകോൾ ചെയ്തതായിട്ട്, മറ്റേ ജെമിനി എന്ന് പറഞ്ഞ കാറുണ്ട് 5 ഡോറിൻ്റെ, അവിടെ ഉണ്ട്, അത് റീകോൾ ചെയ്തതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് കസ്റ്റമറിന് എന്തെങ്കിലും പ്രശ്നമുള്ള ഇതിൽ വളരെ ജെന്യൂനായിട്ട് അവർ ബിസിനസ് ചെയ്യുള്ളൂ. അവിടുത്തെ ഒരു കൾച്ചർ അങ്ങനെയാണ്.